1 PM ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡനത്തിനിരയാക്കി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ ഒരു പെൺകുട്ടിയടക്കം 10 പ്രതികളാണ്. 6 പേരെ കസ്റ്റഡിയിൽ എടുത്തു. കഴിഞ്ഞ മെയ് മാസമായിരുന്നു സംഭവം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരിയെ 10 പേർ ചേർന്ന് പലതവണ പീഡിപ്പിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിലും പ്രതിയാക്കപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലും എത്തിച്ചായിരുന്നു പീഡനം. സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി. പ്രതിപട്ടികയിലുള്ള 6 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. സ്കൂളിൽ നടന്ന കൌൺസിലിംഗിനിടെ ചൈൽഡ് ലൈൻ അധികൃതരോടായിരുന്നു പീഡന വിവരം പെൺകുട്ടി പറഞ്ഞത്. സഹപാഠികൾ പെൺകുട്ടിയെ ഒരുമിച്ച് പീഡനത്തിനിരയാക്കിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ്. സംഭവത്തിൽ പ്രായപൂർത്തിയായ 2 പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയെ സഹപാഠികൾക്ക് പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത പെൺകുട്ടിയെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ 6 പേരെ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ 2 പേർ പ്രായപൂർത്തിയായവരാണ്. ഇതിലൊരാൾ നേരത്തെ പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 50-ലധികം പേർ ചേർന്ന് പീഡിപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ്. 1.5 വർഷം മുൻപ് നടന്ന പീഡനവുമായി കൂടൽ സംഭവത്തിന് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. 24 പത്തനംതിട്ട. വിഴിഞ്ഞം തുറമുഖത്തിൽ MSCക്ക് കുത്തകാവകാശം മൊണോപ്പൊളി ഉണ്ടാവില്ലെന്ന് അദാനി പോർട്സ്. തുറമുഖത്തെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ കപ്പലുകൾക്കും സേവനം നൽകുമെന്നും MSCക്ക് പ്രത്യേക ബർത്ത് ഉണ്ടാവില്ലെന്നും അദാനി പോർട്സ് CEO അശ്വിനി ഗുപ്ത അറിയിച്ചു. ഓഹരി കൈമാറ്റം നടന്നാലും തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വരില്ല എന്നാണ് അദാനി പോർട്സിന്റെ ഉറപ്പ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് കമ്പനിയുടെ ഓഹരി ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് വിൽക്കുമ്പോൾ അവർക്ക് കുത്തകാവകാശം ലഭിക്കുമെന്നതായിരുന്നു പ്രധാന ആശങ്ക. ഈ ആശങ്ക അദാനി പോർട്സ് അധികൃതർ തള്ളിക്കളയുകയാണ്. ഓഹരി കൈമാറ്റത്തിലൂടെ വിഴിഞ്ഞത്ത് MSCക്ക് കുത്തകാവകാശം ഉണ്ടാവില്ലെന്ന് അദാനി പോർട്സ് CEO അശ്വിനി ഗുപ്ത വ്യക്തമാക്കി. വിഴിഞ്ഞം ഓപ്പൺ ആക്സസ് തുറമുഖമായി തുടരും. MSCക്കോ അവരുടെ അനുബന്ധ കമ്പനിക്കോ പ്രത്യേക ബർത്താവകാശങ്ങൾ ഉണ്ടാകില്ല. കൺസഷൻ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പൊതു ഉപയോഗത്തിലുള്ള ടെർമിനലായി തന്നെ തുറമുഖം പ്രവർത്തിക്കും. തുറമുഖ കമ്പനിയിലെ ഓഹരി കൈമാറ്റം നടന്നാലും ഉടമസ്ഥാവകാശത്തിൽ മാറ്റമില്ലെന്നും അദാനി പോർട്സ് അറിയിച്ചു. പദ്ധതിയുടെ ഭൂരിപക്ഷ നിയന്ത്രണം അദാനി പോർട്സിന് തന്നെ. ഡയറക്ടർ ബോർഡിലെ ഭൂരിഭാഗം ഡയറക്ടർമാരെയും നിയമിക്കുന്നതും തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നതും അദാനി പോർട്സ് തന്നെയായിരിക്കും. ഓഹരി കൈമാറ്റത്തിൽ കമ്പനി കരാർ ലംഘനം നടത്തിയിട്ടില്ല. നിയമപരമായി നിലനിൽക്കുന്ന ബൈൻഡിംഗ് കരാർ ഇല്ലാത്തതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാത്തതെന്നാണ് അദാനി പോർട്സ് CEO അച്ചടി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. 24 തിരുവനന്തപുരം. അതേസമയം വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹത ആവർത്തിക്കുന്നു പ്രതിപക്ഷം. ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കത്തയച്ചു. അദാനി ഗ്രൂപ്പ് സെബിക്ക് മുന്നിലും കാര്യങ്ങൾ സുതാര്യമായി അവതരിപ്പിച്ചില്ല എന്നാണ് ആരോപണം. എന്താണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് ഇത്തരത്തിലൊരു വലിയ പരിഗണന? ശ്രീ വേണുഗോപാലിൻ്റെ ഭാഷയിൽ BJP ഗവൺമെൻറ്റുള്ള സംസ്ഥാനത്ത് ലഭിക്കാനിടയുള്ള തരത്തിലുള്ള പരിഗണന കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നതിനിടയാക്കിയത്. അപ്പോൾ അതാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്, കോൺഗ്രസ് നേതൃത്വം പറയാതെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട പരിഗണന നൽകി എന്നുള്ളതാണ്. അദാനിയുടെ വക്താവായി മാറുന്ന നില ഉപേക്ഷിച്ച് സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കണം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും ദിവ്യ S. അയ്യരെ മാറ്റാൻ അദാനി ഗ്രൂപ്പ് ഇടപെട്ടെന്ന ആരോപണവുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കരാർ വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ അദാനി ഗ്രൂപ്പ് ശ്രമിച്ചപ്പോഴൊക്കെ അതിനെ തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥയാണ് ദിവ്യ S. അയ്യർ. മാനേജിംഗ് ഡയറക്ടറെ മാറ്റാൻ ഇടയാക്കിയത് അദാനി VD സതീശൻ ബന്ധമാണെന്നും KK രാഗേഷ് ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ചൊവ്വാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഇടുക്കിയിലും മലപ്പുറത്തും ശക്തമായ മഴയിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം തൃശൂർ നെടുപുഴ കോൾപ്പാടത്ത് ഫൈബർ വള്ളം മറിഞ്ഞു കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി. മലപ്പുറം തേഞ്ഞിപ്പാലം കടക്കാട്ടുപാറയിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞു. സമീപത്തെ കിണറും ഇടിഞ്ഞു താഴ്ന്നു. കടക്കാട്ടുപാറ മുസ്തഫയുടെ വീട് അപകട ഭീഷണിയിലായി. കുടുംബത്തെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീടിന്റെ ഷീറ്റുകൾ തകർന്നു. ആശാരിക്കണ്ടം തട്ടാമ്പറമ്പിൽ സാജുവിന്റെ വീടിന് മുകളിലെ മരമാണ് വീണത്. സാജുവിന്റെ മകൾ സാന്ദ്രയ്ക്ക് പരിക്കേറ്റു. കോഴിക്കോട് ചാലിയാറിലെ ഊർക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ
16 ഷട്ടറുകളും ഉയർത്തി. വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചാലിയാർ, ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ എന്നിവയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇടുക്കി പാമ്പള ഡാം തുറന്നു. ഘട്ടം ഘട്ടമായി 500 ക്യൂബിക്സ് വെള്ളമാണ് ഒഴുക്കിവിടുക. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ഇടുക്കി മറയൂരിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു. 5 പേർക്ക് പരിക്കുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. രാഹുൽ വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. രാഹുൽ, അപകടമുണ്ടായത് എങ്ങനെയാണ്? പക്ഷേ അമിത വേഗതയിലെത്തിയ ജീപ്പ് മൺതിട്ടയിൽ കയറി മറിയുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് കണ്ടിരുന്ന ആളുകൾ പറയുകയും ചെയ്തിരിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് ഓഫ് റോഡ് ട്രക്കിങ്ങിന്റെ ഭാഗമായിട്ട് ജീപ്പിൽ കയറിയതാണ്. അമിത വേഗതയിൽ പോകുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ 2 പേരുടെ നില ഗുരുതരം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്യും. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. മഴക്കാലമാണ്, ഡേഞ്ചറസ് സാഹസികതകൾക്ക് മുതിരാതിരിക്കുന്ന നല്ലത്. ഇനി മുതിർന്നാൽ തന്നെ ഇതിൽ അമിത വേഗതയൊക്കെയാണെന്നുണ്ടെങ്കിൽ അപകടം ഉറപ്പാണ്. 5 പേർക്കാണ് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം എന്നാണ് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനകളിൽ നിന്നും കൊള്ളയടിച്ച പണം തുല്യമായി വീതിച്ചുവെന്ന് പ്രതി അഭിലാഷ് ശുക്ല. CCTV ദൃശ്യങ്ങൾ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത്രയുടെ അനുയായി ടിന്നു യാദവ് നശിപ്പിച്ചെന്നും അവിനാഷ് ശുക്ല അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പ്രതിദിനം 6 മുതൽ 7 ലക്ഷം രൂപ വരെ പ്രതികൾ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ചു കടത്തി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആദ്യ കണ്ടെത്തൽ. അയോധ്യ രാമക്ഷേത്രത്തിൽ ആദ്യകാലത്ത് പ്രതിദിനം 16 മുതൽ 18 ലക്ഷം രൂപ വരെയാണ് സംഭാവനയായി ലഭിച്ചിരുന്നത്. പിന്നീടത് 20 മുതൽ 24 ലക്ഷം രൂപ വരെയായി. ഈ കാലയളവിൽ പ്രതികൾ പ്രതിദിനം 6 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം വരെ മോഷ്ടിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊള്ള നടത്തിയ പണം എല്ലാ പ്രതികൾക്കും തുല്യമായി വീതിച്ചു നൽകിയെന്ന് പ്രതി അവിനാഷ് ശുക്ല മൊഴി നൽകി. പണം ഉപയോഗിച്ച് കാറും ഗ്രാമത്തിൽ വീടും വാങ്ങി. സംശയമുണ്ടാകാതിരിക്കാൻ സർക്കാർ അധ്യാപകനായ സഹോദരൻ അഭിഷേകിന്റെ പേരിലാണ് കാറു വാങ്ങിയതെന്നും അവിനാഷ് ശുക്ല സമ്മതിച്ചു. പ്രതിയായ ടിനു യാദവിന് ചില സന്ദർഭങ്ങളിൽ കൂടുതൽ പണം നൽകി. CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുമെന്ന് ടിന്നു യാദവ് പറഞ്ഞിരുന്നതായും അവിനാഷ് ശുക്ല അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പ്രതികൾ 2 തവണ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. പണമെണ്ണുന്ന ജീവനക്കാരെ തീരുമാനിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണെന്നാണ് ക്ഷേത്രത്തിലേക്ക് ജീവനക്കാരെ നൽകിയ ഏജൻസി മൊഴി നൽകിയത്. എന്നാൽ ഈ ആരോപണം ബാങ്ക് തള്ളി. രാംലല്ലയ്ക്കെതിരെ മോഷണം നടത്തിയവരെ തൂക്കിലേറ്റണമെന്ന് ട്രസ്റ്റ് അംഗം ദിനേന്ദ്രദാസ് ആവശ്യപ്പെട്ടു. സംഭാവന കൊള്ളയിൽ BJPക്കെതിരെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നാളെ മുംബൈയിൽ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിക്കും. അതിനിടെ ഉത്തരാഖണ്ഡ് ബദ്രിനാഥ് ക്ഷേത്രത്തിലും സംഭാവനാ ക്രമക്കേടെന്ന ആരോപണമുയർന്നു. സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റി അന്വേഷണത്തിന് ഉത്തരവിട്ടു. 24 ഡൽഹി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ടുള്ള CJPയുടെ പ്രതിഷേധം 2 ആഴ്ച പിന്നിടുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം 7ാം ദിവസത്തിലാണ്. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശമാകുന്നതായി CJP പറയുന്നു. എന്തു സംഭവിച്ചാലും സമരത്തിൽ നിന്നൊരു പിന്മാറ്റമില്ല എന്ന് CJP വക്താവ് അശുതോഷ് 24നോട് പറഞ്ഞു. ജന്തർ മന്ദറിൽ CJP നടത്തുന്ന സമരം 2 ആഴ്ച പിന്നിടുമ്പോൾ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നും പിന്തുണ വർദ്ധിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര സമരവേദിയിലെത്തി നിരാഹാര സമരം നടത്തുന്ന സോനം വാങ്ചുക്കിന് പിന്തുണ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ രക്തം കൊണ്ട് പിറന്നാൾ കേക്ക് ഉണ്ടാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ അനുവദിക്കില്ലെന്ന് മഹുവ മൊയ്ത്ര. അനിശ്ചിതകാല നിരാഹാര സമരം 7ാം ദിവസത്തിൽ എത്തിയതോടെ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശമായതായും ശരീരഭാരം 5.5 കിലോയോളം കുറഞ്ഞതായും CJP വക്താവ് അശുതോഷ്. His health is continuously deteriorating, very tired, not able to walk properly now. He has lost about 5.5 kg since the hunger strike started. His blood sugar levels and BP levels continue to remain low. Body has entered into the ketosis state. സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഭീകരവാദികളായി മുദ്രകുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും CJP പ്രതികരിച്ചു. പ്രതിഷേധത്തിന്റെ അടുത്ത ഘട്ടത്തിൽ രാജ്യവ്യാപക പിന്തുണ ഉറപ്പാക്കാനാണ് CJPയുടെ നീക്കം. നിരാഹാര സമരം 7ാം ദിവസത്തിൽ എത്തുമ്പോഴും യാതൊരു ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരരംഗത്തു നിന്നും പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രതിഷേധക്കാർ. ജന്തർ മന്ദറിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ശ്രദ്ധമേനോനെതിരെ രൂക്ഷ വിമർശനവുമായി അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ ഒരു വിഭാഗം. അമ്മയിൽ കലാപം. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിൽ ശ്വേത മേനോൻ. മറുവശത്ത് ശ്വേതയ്ക്കെതിരെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടും രാഷ്ട്രീയ ഡീലും ഉൾപ്പെടെ ഉയർത്തി ഒരു വിഭാഗം.
ശ്വേതാ മേനോൻ സംഘടനയെ ആകെ പ്രതിസന്ധിയിലാക്കിയെന്ന് നടിമാരായ ഉഷാ ഹസീനയും മാലാ പാർവതിയും അൻസിബയും. അമ്മയെ കാവ്യവൽക്കരിക്കാനാണ് ശ്വേതയുടെ ശ്രമമെന്ന ഗുരുതര ആരോപണവും നടിമാർ ഉയർത്തുന്നു. അമ്മയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ശ്വേത BJPയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങി. ഇത് ബാബുരാജ് ജനറൽ ബോഡിയിൽ ഉന്നയിച്ചപ്പോൾ ശ്വേതയ്ക്ക് മറുപടി ഇല്ലായിരുന്നു എന്നും വിമർശനം. ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ. ഇവരെ ഇറങ്ങി ഓടി അവിടുന്ന്. എന്തിനാണ് ഓടുന്നത്? നമ്മളോടൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിഞ്ഞു നിന്ന് താൻ ആരോടൊന്നുമില്ല തിരിച്ചു ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ കയ്യിൽ നിന്നും സംഘടനയ്ക്കായി 1 കോടി രൂപ വാങ്ങിയെന്ന് ആദ്യം പറയുന്നു. റിപ്പോർട്ട് വന്നപ്പോൾ അത് 75 ലക്ഷമായി. ബാക്കി 25 ലക്ഷം രൂപ എവിടെയെന്നത് വ്യക്തമാക്കണം എന്ന് അൻസിബ. സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്തപ്പോൾ അൻസിബയെ ജിഹാദിയാക്കിയെന്ന് ഉഷാ ഹസീന. വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവ്വം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ്. അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ശ്വേതാ മേനോനും രമേഷ് പിഷാരടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് വിശ്വാസവഞ്ചനയെന്നും ക്രിമിനൽ പ്രവൃത്തിയെന്നും നടിമാർ. അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത 13-ാം തീയതി കോടതി പരിഗണിക്കും. ശ്വേതാ മേനോനെ സംഘടനയിലേക്ക് അടുപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഒരു വിഭാഗം. അഡ്ഹോക് കമ്മിറ്റിക്ക് വിലക്കും ഉള്ളതിനാൽ നിലവിൽ സംഘടനയുടെ ഭാവി എന്താകും എന്നതാണ് ഇനി അറിയേണ്ടത്. 24 കൊച്ചി. അതിനിടയിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെയും ഒക്കെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ പറയുന്നത്. അതായത് രാജിവെക്കാതിരിക്കാനും പോരാടാനുമുള്ള കരുത്ത് അവർ പറഞ്ഞിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്മയുടെ തർക്കത്തിലേക്ക് മമ്മൂട്ടിയെ മോഹൻലാലിനെയും കൊണ്ട് ഇടയ്ക്ക് നിർത്തുന്നുണ്ട് ശ്വേതാ മേനോൻ. ഇനി ആ നേതാക്കൾ ആ നടന്മാർ പ്രതികരിക്കോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അമ്മ സംഘടനയുടെ ചേരിപ്പോവിനിടെ അദാനി ഗ്രൂപ്പിന്റെ പേര് കൂടി വന്നതോടെ ചർച്ചകൾ പുതിയ തലത്തിലേക്ക് എത്തി. ശ്വേതയുടെ പേരിൽ അദാനി ഗ്രൂപ്പ് 15 കോടി രൂപ സംഘടനയ്ക്ക് നൽകുമെന്ന് BJP നേതാവ് പത്മജ മേനോൻ പറയുന്ന വീഡിയോ മാലാ പാർവതി പുറത്തുവിട്ടു. എന്നാൽ ശ്വേതാ മേനോൻ സംഘടനയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ആരായുക മാത്രമാണ് ചെയ്തതെന്ന് പത്മജ മേനോൻ 24നോട് പ്രതികരിച്ചു. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ അങ്ങനത്തെ ഉള്ള അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാൻ വീട് വെച്ചു. മാലാ പാർവതി പുറത്തുവിട്ട പത്മജ മേനോന്റെ ഓഡിയോ അമ്മയിൽ രാഷ്ട്രീയ ചേരിതിരിവുകൾക്കും വഴിവെക്കുകയാണ്. ശ്വേതാ മേനോന് പണം ലഭിക്കുമെന്ന് BJP നേതാവാണ് പറയുന്നത്. ഇവർ തമ്മിൽ എന്താണ് ബന്ധമെന്ന ചോദ്യമുയരും. അമ്മയുടെ അധ്യക്ഷയായിരുന്ന ശ്വേതാ മേനോൻ BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് ജനറൽ ബോഡിയിൽ ബാബുരാജ് ഉന്നയിച്ചിരുന്നു. ഇതിനെ ശക്തമായി അന്ന് എതിർത്ത ശ്വേത തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വില്ലെന്നും തന്നെ BJPയുടെ ആളാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും തിരിച്ചടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വലിയ വാക്പോര് നടക്കുന്നതിനിടെയാണ് അദാനി ഗ്രൂപ്പിന്റെ പേര് കൂടി ചേർത്തുള്ള പുതിയ ശബ്ദരേഖ. എന്നാൽ പണം ലഭിച്ചിട്ടില്ലല്ലോ എന്നും കാര്യങ്ങൾ എതിർഭാഗം ഇത്ര വിഷയമാക്കേണ്ടതില്ലെന്നും BJP നേതാവ് പത്മജ മേനോൻ 24നോട് പറഞ്ഞു. അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ പൈസ. 15 കോടി രൂപ കിട്ടിയിട്ടില്ലല്ലോ. അത് 15 രൂപ അവരുടെ കോൺടാക്ട്സ് വെച്ചിട്ട് കിട്ടാൻ പരിശ്രമിക്കാൻ ചാൻസ് ഉണ്ടോ എന്നല്ലേ പറയുന്നുള്ളൂ. അതിന് ഇത്രയധികം ഇവര് ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് അവരത് മേടിച്ചിട്ടില്ലല്ലോ. ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ച് മാലാ പാർവതിയും 24ൽ. അദാനിയിൽ നിന്നും പൈസ വരുന്നു, അതായത് മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് പൈസ വരുന്നു എന്ന് മാഡം പറഞ്ഞ് ഞങ്ങൾ അറിയുവാണ്. ഞങ്ങളുടെ സംഘടനയിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഒപ്പിടിച്ചു എന്നൊക്കെ പറയുന്നത് അത് അറിഞ്ഞുകൂടാ സർ. ഞാൻ ഒപ്പിട്ടിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് എനിക്കറിയില്ല. അമ്മയിലെ തർക്കങ്ങളിലും വാക്പോരിനും രാഷ്ട്രീയ മാനം വന്നു കഴിഞ്ഞു. നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ കുന്തമുനകളും ശ്വേതാ മേനോന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മറുപടി വരേണ്ടതും ശ്വേതയിൽ നിന്ന്. 24 കൊച്ചി. PSC പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച് പരീക്ഷാ ചുമതലയുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന ആക്ഷേപത്തിൽ പ്രതികരണവുമായി മന്ത്രി OJ ജനീഷ്. ആഭ്യന്തര വിജിലൻസ് അന്വേഷണം കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലെയാണ്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അട്ടിമറിയുടെ ഭാഗമാണെങ്കിൽ കള്ളനെ തന്നെ താക്കോൽ ഏൽപ്പിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പൊ PSC ആരോ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്ന് വീണ്ടും ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം അട്ടിമറിച്ച് ആ അന്വേഷണം പോലും പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിന് പോലും തയ്യാറാകാതെ മറ്റൊരു അന്വേഷണത്തിലേക്ക് PSC ചെയർമാനും ഉൾപ്പെടെയുള്ള സംവിധാനം കടന്നു പോകുമ്പോൾ ഇവർ ആരെയാണ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ CPM നിയോഗിച്ച ആളുകളാണ് PSCയുടെ ചെയർമാനും PSCയുടെ മെമ്പർമാരുമായിട്ട്
സഹകരിക്കുന്ന ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ. 24 ബിസിനസ് എക്സലൻസ് അവാർഡ് വിതരണം ഇന്നാണ്. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവാർഡുകൾ വിതരണം ചെയ്യും. വൈകിട്ട് 5 മണിക്കാണ് പുരസ്കാരദാനം. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നിന്നും വിപിൻ സി വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിപിനിലേക്ക്. വിപിൻ, എല്ലാ കാര്യങ്ങളും വളരെ പ്രൗഢഗംഭീരമായി പരിപാടി തുടങ്ങാൻ സെറ്റല്ലേ? തീർച്ചയായിട്ടും അശ്മി, തീർച്ചയായിട്ടും എല്ലാം തന്നെ സെറ്റാണ്. കാരണം 24ന്റെ ബിസിനസ് എക്സലൻസ് അവാർഡിന്റെ 3rd എഡിഷനാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത്. അതിനെ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു, എല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെ പറയാം. ഇന്ന് 5 മണിക്കാണ് ഈ അവാർഡ് ദാനം നടക്കുന്നത്. അതിനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് അദ്ദേഹം തന്നെയായിരിക്കും ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുക. മറിച്ച് വ്യവസായ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾക്ക് അറിയാവുന്നത് പോലെ തന്നെ സംരംഭക രംഗത്ത് മികവ് തെളിയിച്ച, ഇപ്പോൾ ബിസിനസ് രംഗത്ത് തന്നെ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ചടങ്ങിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് കൂടി തീർച്ചയാണ്. 15 വിഭാഗങ്ങളിലായാണ് 24ന്റെ ബിസിനസ് അവാർഡ് നൽകുന്നത്. കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റാർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനായിട്ടുള്ള KV അശോകനാണ് പാരിസ്ഥിതിക സുസ്ഥിരതയിലെ മികവിനുള്ള പുരസ്കാരം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റ പ്രവർത്തനത്തിന് നെഹ്റു ഗ്രൂപ്പിന് പുരസ്കാരമുണ്ട്. ജ്വല്ലറി രംഗത്ത് മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനുണ്ട്. പിന്നീട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുണ്ട്, V-Guard ഉണ്ട്. ഇങ്ങനെ സജീവമായി ഇപ്പോൾ നമ്മൾക്ക് അറിയപ്പെടുന്ന എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും അതിലെല്ലാം തന്നെ വളരെ തെളിമയാർന്ന വിജയം കൈവരിച്ച 100 കണക്കിന് കുടുംബങ്ങൾക്ക് അവർക്കൊക്കെ തന്നെ ജോലി നൽകിയിട്ടുള്ള അങ്ങനെ വലിയ വ്യവസായ പ്രമുഖർക്ക് എല്ലാം തന്നെ ഈ വേദിയിലേക്ക് എത്തുന്നു. അവരെല്ലാം തന്നെ ഈ അവാർഡ് സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് 5 മണിക്കാണ് ഈ പുരസ്കാര ദാനം നടക്കുന്നത്. എല്ലാം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ എല്ലാം സജ്ജമായി കഴിഞ്ഞു. SKN ഉൾപ്പെടെയുള്ളവർ വൈകിട്ട് ആവുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. 3rd എഡിഷനാണ്. നമുക്കറിയാവുന്ന പോലെ 1ഉം 2ഉം എഡിഷനുകളിലെ വലിയ വിജയം നമ്മുടെ മുന്നിലുണ്ട്. 3ാമത്തെ എഡിഷനും വിജയമാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഈ ബിസിനസ് എക്സലൻസിന്റെ അവാർഡിന്റെ ദാനത്തിനോടൊപ്പം തന്നെ ഇന്ന് ഒരു ബിസിനസ് പേജ് കൂടി നമ്മളുടേതായി പുറത്തിറങ്ങുകയാണ്. സോഷ്യൽ മീഡിയ പേജ് ഇന്ന് ഉൾപ്പെടെയുള്ളവ വളരെ പോസിറ്റീവായി തന്നെ ഈ ബിസിനസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ടാണ് 24 ബിസിനസ് എക്സലൻസ് പുരസ്കാര ദാനം. ഗോൾക്കാനോയിലേക്ക് സ്വാഗതം. ഗോൾക്കാനോ in association with Maither Eagles FC, Kerala. ഫിഫ ലോകകപ്പിൽ കേപ്പ് വെർദെയോട് ജയിച്ച്, വെറുതെ ജയിച്ചല്ല, കിലുകിലാന്ന് വിറച്ച് ജയിച്ച് അർജന്റീന പ്രീ ക്വാർട്ടറിൽ. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ 2-നെതിരെ 3 ഗോളിലാണ് ലോക ചാമ്പ്യന്മാരുടെ ജയം. പ്രീ ക്വാർട്ടറിൽ ഈജിപ്റ്റാണ് അർജന്റീനയുടെ എതിരാളികൾ. തോറ്റില്ല, പക്ഷേ പടുതോൽവിയുടെ ഇഫക്റ്റ് ഉണ്ട്. ആദ്യമായി ലോകകപ്പിനെത്തിയ കേപ്പ് വെർദെ മെസ്സിപ്പടെ വിറപ്പിച്ചു നിർത്തിയ 120 മിനിറ്റ്. ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരായ നിലവിലെ ലോക ചാമ്പ്യന്മാർക്കെതിരെ 2 തവണ പിന്നിട്ട് നിന്നിട്ടും തളരാതെ തിരിച്ചു വന്നു. ഒടുവിൽ സെൽഫ് ഗോളിന്റെ നിർഭാഗ്യത്തിൽ പുറത്ത്. പന്ത് കൈവശം വെച്ച് കളിച്ചിട്ടും കേപ്പ് വെർദെ പ്രതിരോധം പൊളിക്കാൻ അർജന്റീന പാടുപെട്ടു. ഒടുവിൽ 29ാം മിനിറ്റിൽ മെസ്സി ആ പൂട്ട് തകർത്തു. മെസ്സിയെ ലക്ഷ്യമാക്കി ബോക്സിലേക്ക് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ലോങ് ബോൾ, ക്ലിനിക്കൽ ഫിനിഷ്. ഈ ലോകകപ്പിൽ മെസ്സിയുടെ 7ാം ഗോൾ. രണ്ടാം പകുതിയുടെ 59ാം മിനിറ്റിൽ അർജന്റീനയെ ഞെട്ടിച്ച് കേപ്പ് വെർദെ സമനില പിടിച്ചു. ഗോൾ അടിച്ചത് ഡിറോയ് ഡുവാട്ടെ. അർജന്റീന ആക്രമണം കടുപ്പിച്ചെങ്കിലും വോസിഞ്ഞയുടെ സേവുകൾ ദ്വീപ് രാജ്യത്തെ കാത്തു. നിശ്ചിത സമയവും പിന്നിട്ട് മത്സരം എക്സ്ട്രാ ടൈമിൽ. 92ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീനയ്ക്ക് ലീഡ്. അധികം വൈകിയില്ല. സിഡ്നി കബ്രാളിന്റെ വേൾഡ് ക്ലാസ് ഗോളിൽ ഒപ്പം പിടിച്ചു കേപ്പ് വെർദെ. ഒടുവിൽ 111ാം മിനിറ്റിൽ ഡിനെ ബോർഹസിന്റെ സെൽഫ് ഗോളിൽ അർജന്റീന ജീവൻ നീട്ടിയെടുത്ത് പ്രീ ക്വാർട്ടറിൽ. അവസാന മിനിറ്റുകളിൽ എമിലിയാനോ മാർട്ടിനസിന്റെ സേവുകളും മത്സരത്തിൽ നിർണായകമായി. വേൾഡ് കപ്പ് ഡെസ്ക് 24. തമിഴ്നാട്ടിൽ ഒരു ക്രൂര കൊലപാതകത്തിന്റെ വാർത്ത വരുന്നുണ്ട്. പിതാവിനെയും 5 വയസ്സുകാരൻ മകനെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ്. പിതാവ് കാളിമുത്തുവിന്റെ തല അറുത്തെടുത്ത് സമീപത്തെ റോഡിലിട്ടു. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള പകയാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസ് പറഞ്ഞത്. 5 വയസ്സുകാരൻ കുഞ്ഞിനെയും കൊന്നുള്ളത്. നോക്കാം മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയുടെ രൂപരേഖ ഇ ശ്രീധരൻ സർക്കാർ നിയോഗിച്ച 4-അംഗ വിദഗ്ധ സമിതിക്ക് കൈമാറി. പരിശോധനയ്ക്ക് ശേഷം അടുത്ത ആഴ്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. പദ്ധതിക്കുള്ള 40% തുക ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കണ്ടെത്തണം എന്നാണ് ഇ ശ്രീധരന്റെ ശുപാർശ.
റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജാമ്യ ഹർജിയിന്മേലുള്ള വാദത്തിൽ ദൃശ്യങ്ങൾ കാണുന്നതിൽ തടസ്സവാദമുയർത്തി പ്രതിഭാഗം. ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനെയാണ് പ്രതിഭാഗം എതിർത്തത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളായ CPM നേതാക്കൾ കലൂർ PMLA കോടതിയിൽ ഹാജരായി. AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MK വർഗീസ് അടക്കം 8 പ്രതികളാണ് ജാമ്യമെടുക്കാനെത്തിയത്. വിചാരണയ്ക്ക് മുന്നോടിയായുള്ള നടപടികളുടെ ഭാഗമായാണ് പ്രതികൾ കോടതിയിൽ നേരിട്ട് ഹാജരായത്. പാർട്ടിയെ തകർക്കുകയാണ് ലക്ഷ്യം എന്ന് K രാധാകൃഷ്ണൻ MP. പ്രിയദർശിനി സർവീസുകളുള്ള സ്ഥലങ്ങളിലെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പഠിക്കാൻ കമ്മിറ്റിയെ രൂപീകരിക്കാൻ സർക്കാർ. ടിക്കറ്റിതര വരുമാനത്തിലൂടെ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കും എന്ന് ഗതാഗത മന്ത്രി CP ജോൺ 24 പറഞ്ഞു. പെട്രോൾ വിലവർദ്ധന കണക്കിലെടുത്ത് നിലവിലുള്ള ബസ്സുകളെ CNGയിലേക്ക് മാറ്റുന്ന കാര്യവും ആലോചനയിലുണ്ട്. TMCയിൽ വീണ്ടും പ്രതിസന്ധി. കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനം ഋതപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം പിടിച്ചെടുത്തു. അരൂപ് റോയി പാർട്ടി ചെയർമാൻ എന്ന ബോർഡ് ഓഫീസിൽ സ്ഥാപിച്ചു. ഓഫീസ് ബലപ്രയോഗത്തിലൂടെ കൈയടക്കിയതായി മമത വിഭാഗം പോലീസിൽ പരാതി നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.